റീസെന്റ് എൻ്റെ നാട് നെന്മറയാണ്. അപ്പോൾ ഈ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റ് ചെയ്തപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവരുടെ ബോർഡിൽ അവരുടെ നോട്ടീസ് ബോർഡിൽ പാരിതോഷികം പ്രഖ്യാപിച്ച കുറെ PFI പ്രവർത്തകരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മുന്നിലുണ്ടായിരുന്ന ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി പോലീസ് ഓഫീസറോട് ചോദിച്ചു, ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്തോട്ടെ. അവര് പരസ്യമായിട്ട് വെച്ചിട്ടുള്ള സംഭവത്തിന്റെ ഫോട്ടോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അതിൽ 8 PFI പ്രവർത്തകരാണ്. പട്ടാമ്പി, പാലക്കാട്, ഇതില് ഒരാൾ മലപ്പുറം, കോഴിക്കോട്. ഇതാണ് അവരുടെ സ്ഥലം. ഇങ്ങനെയാണ് വരുന്നത്. അതായത് പാലക്കാടാണ് മെജോറിറ്റി. ഈ 8 പേരുണ്ട്. അവരിൽ മെജോറിറ്റി ഉള്ള ആളുകളും പാലക്കാടാണ്. ഒരാൾക്ക് 7 ലക്ഷം രൂപയാണ് അതിൽ പാരിതോഷികം കൊടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 7 ലക്ഷം രൂപ. അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുക്കാൻ പാടില്ല. അത് ശരി, അവര് പരസ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെന്താ എടുക്കാൻ പാടില്ല? നിങ്ങൾ ഓൾറെഡി പരസ്യപ്പെടുത്തി 7 ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞ സാധനം എന്തുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ SI യോട് ചോദിച്ചിട്ട് പറയാം. SI വന്നിട്ട് തന്നെ പറഞ്ഞു എടുക്കണ്ട, അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. അതായത് എനിക്ക് മനസ്സിലായത് ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് PFIയുടെ ഒരു പ്രവർത്തകരുടെ ഈ വർഗീയവാദികളുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ കൊടുക്കുന്നു. പക്ഷെ നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ ഇടണം. ആ പോലീസിന്റെ പേജ് പിന്നെ എന്തിനാ നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത റീൽസ് ഒക്കെ ഇടാനുള്ള കപ്പാസിറ്റി കേരള പോലീസിനുണ്ട്. എന്നാൽ ആവശ്യമുള്ള ഇന്ന ആളെ കണ്ടുപിടിച്ച് തന്നാൽ 7 ലക്ഷം രൂപ പാരിതോഷികം എന്ന് പറഞ്ഞാൽ ഇന്നിട്ട നാളെ കിട്ടുക ആളെ. ഇത് കേരളമാണ്. 7 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് തന്നെയാണ്. ഈ 8 പേർക്ക് 7 ലക്ഷം രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പോസ്റ്റ് ഇട്ടാൽ നാളെ ആളെ കിട്ടും. കാരണം ഇതൊരു രാഷ്ട്രീയമാണ്, വൻ രാഷ്ട്രീയം. ഇപ്പോ നിവൃത്തികേടുകൊണ്ടാണെന്ന് തോന്നുന്നില്ലേ ഈ ഫോട്ടോ ഒക്കെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്? അതെ. ഇതിപ്പോ ആ സമയം ഞാൻ SP നെ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ ഫോട്ടോ എടുക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചോദിച്ചില്ല. അത് താനെ അവരെന്നെ പോസ്റ്റ് ചെയ്തോട്ടെ. ഇതിപ്പോ ഞാൻ എനിക്കുണ്ടായ ഒരു കാര്യം പറയുന്നു. ഇനിതിപ്പോ ഇതിൽ സത്യമല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിവിലിയൻ ആക്സസ് ഉള്ള CCTV ക്യാമറാസ് ആണ് എല്ലാ സ്റ്റേഷനിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതങ്ങ് ചോദിക്കേ, വിവരാവകാശ പ്രകാരം എടുത്ത് കൺഫേം ചെയ്യാം. നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്? ഞാൻ അവിടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ പോയപ്പോ ഇതാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഇവർക്ക് ആളെ കിട്ടണ്ട എന്നുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.